മാർക്കറ്റ് വളരെ വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക മലയാളി പ്രവാസികളും അല്ലെങ്കിൽ NRIസും തങ്ങളുടെ പണം വലിയ രീതിയിൽ ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ടുകൾ, ബോണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ് എന്നിവയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ പണം മുടക്കുന്ന ഓരോ മേഖലയ്ക്കും അതിൻ്റെതായ ടാക്സ് നിയമങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ക്യാപിറ്റൽ ഗെയിൻസ്, മ്യൂച്വൽ ഫണ്ട് ടാക്സേഷൻ എന്നിവയിലൊക്കെ വന്ന മാറ്റങ്ങൾ കാരണം കൃത്യമായ ഒരു ടാക്സ് പ്ലാനിങ്ങിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റൂ. നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കാൻ DTAA എങ്ങനെ ഉപയോഗിക്കാം? പ്രോപ്പർട്ടി വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട TDS നിയമങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ ടാക്സ് അടച്ചു തന്നെ നമ്മുടെ ലാഭത്തിന്റെ വലിയൊരു പങ്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് ഇന്ന് സാമ്പത്തിക വിദഗ്ധ ഋതു ശക്താവത് നൽകുന്ന നിർദ്ദേശങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ടാക്സ് നിയമങ്ങളെ കുറിച്ചും നിയമപരമായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ എങ്ങനെ നമുക്ക് ആത്മവിശ്വാസത്തോടെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും ഇതിലൂടെ വ്യക്തമാകും. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന ആഗ്രഹിക്കുന്ന പ്രവാസി മലയാളികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ടാക്സ് നിയമങ്ങളുണ്ട്. നമ്മുടെ കഷ്ടപ്പാടിന്റെ പണം കൃത്യമായ ടാക്സ് പ്ലാനിങ്ങോടെ നിക്ഷേപിച്ചില്ലെങ്കിൽ അത് നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും ലാഭം ഗണ്യമായി കുറയാനും കാരണമാകുന്നു. ഇതിനായി പ്രധാനമായും 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത്, വ്യക്തികൾ ഓരോ വർഷവും ഇന്ത്യയിൽ എത്ര ദിവസം താമസിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കി നിശ്ചയിക്കുന്ന റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടെത്തുക എന്നതാണ്. ടാക്സ് നിയമപ്രകാരം ഇതിനെ നോൺ റെസിഡന്റ്, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റ് എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഓരോ കാറ്റഗറിക്കും ഇന്ത്യയിൽ അടയ്ക്കേണ്ട നികുതിയുടെ പരിധി വ്യത്യസ്തമായതിനാൽ നിക്ഷേപം നടത്തുമ്പോഴും അതിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കുന്ന വർഷങ്ങളിലും നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടത് നികുതി ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് പരിശോധിക്കുക എന്നതാണ്. നിങ്ങൾ താമസിക്കുന്ന വിദേശ രാജ്യവും ഇന്ത്യയും തമ്മിൽ ഇങ്ങനൊരു കരാർ നിലവിലുണ്ടെങ്കിൽ ഇന്ത്യയിലെ നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശ, ഡിവിഡന്റ്, ക്യാപിറ്റൽ ഗെയിൻസ് തുടങ്ങിയ വരുമാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള നികുതി ഇളവുകൾ സ്വന്തമാക്കാൻ സാധിക്കും. എന്നാൽ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ആവശ്യമായ യോഗ്യതകളും കൃത്യമായ ഡോക്യുമെന്റേഷനുകളും സമർപ്പിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ നിയമപരമായ ബാധ്യതകൾ പൂർണ്ണമായി പാലിച്ച് ഇന്ത്യയിൽ നിന്നുള്ള നിങ്ങളുടെ ലാഭം പരമാവധി വർദ്ധിപ്പിക്കാൻ ഈ 2 കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുമ്പോൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ട 3ാമത്തെ കാര്യം തിരഞ്ഞെടുക്കുന്ന അസറ്റ് ക്ലാസിന്റെ നികുതി നിയമങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്നതാണ്. നമ്മൾ പണം മുടക്കുന്ന ഇക്വിറ്റി ഷെയറുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഡെറ്റ് ഇൻസ്ട്രുമെന്റുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, റിയൽ എസ്റ്റേറ്റ് എന്നിവയ്ക്കെല്ലാം ടാക്സ് കണക്കാക്കുന്നത് വ്യത്യസ്ത രീതിയിലായതിനാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിന്റെ ടാക്സ് നിരക്കുകൾ, വാല്യുവേഷൻ നിയമങ്ങൾ, ഹോൾഡിംഗ് പീരിയഡ്, നികുതി ഇളവുകൾ, വിത്ത് ഹോൾഡിംഗ് ടാക്സ് എന്നിവ കൃത്യമായി വിലയിരുത്തണം. 4ാമതായി ഇന്ത്യയിലെ നിക്ഷേപത്തിൽ നിന്നുള്ള ലാഭവും പണവും തിരിച്ച് വിദേശത്തേക്ക് സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിനുള്ള റിപ്പാട്രിയേഷൻ ഫെമ ആവശ്യകതകൾ ഉറപ്പുവരുത്തണം. നികുതി കാര്യങ്ങൾക്ക് പുറമെ ഈ പണം സുഗമമായി കൈമാറുന്നതിനായി RBI ഫെമ നിയമങ്ങൾ പാലിച്ച് കൃത്യമായ ബാങ്കിംഗ് ചാനലുകൾ വഴി മാത്രമേ നിക്ഷേപങ്ങൾ നടത്താവൂ. 5ാമതായി ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായി സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നിക്ഷേപം നടത്തിയ തീയതി, അതിന്റെ വില, വാല്യുവേഷൻ റിപ്പോർട്ടുകൾ, TDS രേഖകൾ, അതോടൊപ്പം DTAA ആനുകൂല്യങ്ങൾക്കുള്ള രേഖകൾ, കൂടാതെ ഒരു വാലിഡ് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം കൈവശം ഉണ്ടായിരുന്നാൽ മാത്രമേ ഫോറിൻ ടാക്സ് ക്രെഡിറ്റും നികുതി ആനുകൂല്യങ്ങളും ക്ലെയിം ചെയ്യാനും ഭാവിയിൽ ടാക്സ് വകുപ്പുകളുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കാനും സാധിക്കൂ. 6ാമത്തെയും അവസാനത്തെയും കാര്യം ടാക്സ് കംപ്ലൈൻസ് അഥവാ നിയമപരമായ ബാധ്യതകൾ പൂർത്തിയാക്കുക എന്നതാണ്. ഒരു NRI ആണെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള വരുമാനത്തിന് കൃത്യമായ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക, TDS ക്രെഡിറ്റുകൾ ക്ലെയിം ചെയ്യുക, കൂടാതെ ആവശ്യമായ സാഹചര്യങ്ങളിൽ ഇന്ത്യയിലെ വരുമാനവും അടച്ച ടാക്സ് വിവരങ്ങളും നിങ്ങൾ ജീവിക്കുന്ന വിദേശ രാജ്യത്തും കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യുക എന്നിവ ഒരു മികച്ച ഇൻവെസ്റ്ററുടെ ഉത്തരവാദിത്തമാണ്. ഈ നിയമങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ ടാക്സ് പ്ലാൻ ചെയ്താൽ പ്രവാസികൾക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി NRI നിക്ഷേപങ്ങളുടെ നികുതി ഘടനയിൽ അടിസ്ഥാനപരമായ തത്വങ്ങൾ വലിയ മാറ്റമില്ലാതെ തുടരുമ്പോഴും നികുതി വ്യവസ്ഥ യുക്തിസഹമാക്കുന്നതിനും നടപടികൾ ലളിതമാക്കുന്നതിനുമായി നിരവധി നിയമ ഭേദഗതികൾ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 മാറ്റങ്ങൾ നോക്കാം. ഒന്നാമതായി ക്യാപിറ്റൽ ഗെയിൻസ് നികുതിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ഫിനാൻസ് നമ്പർ 2 ആക്ട് 2024 പ്രകാരം വിവിധ അസറ്റ് ക്ലാസുകളുടെ നികുതി നിരക്കുകളും ഹോൾഡിംഗ് പീരീഡും പരിഷ്കരിക്കുകയുണ്ടായി.
ലിസ്റ്റഡ് സെക്യൂരിറ്റികൾ, മ്യൂച്വൽ ഫണ്ടുകൾ, അതോടൊപ്പം തന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നിവയുടെ നികുതി വ്യവസ്ഥയിൽ വന്ന ഈ വലിയ മാറ്റങ്ങൾ കാരണം നിക്ഷേപങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ ലാഭം അഥവാ പോസ്റ്റ് ടാക്സ് റിട്ടേൺസ് NRIകൾക്ക് വീണ്ടും വിലയിരുത്തേണ്ടി വന്നിരിക്കുന്നു. രണ്ടാമതായി ഡെറ്റ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളുടെ നികുതി ഘടനയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ഡെറ്റ് ഫണ്ടുകളുടെയും ചില പ്രത്യേക ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളുടെയും നികുതി വ്യവസ്ഥയിൽ വലിയ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ഇത് പ്രകാരം 2023 ഏപ്രിൽ 1 അതിനുശേഷമോ വാങ്ങിയ ഇത്തരം മ്യൂച്വൽ ഫണ്ടുകൾക്ക് പരമ്പരാഗതമായി ലഭിച്ചിരുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആനുകൂല്യങ്ങൾ ഇനി മുതൽ ലഭിക്കുകയില്ല. ചുരുക്കത്തിൽ അടുത്ത കാലത്തുണ്ടായ ഈ പ്രധാന നിയമ മാറ്റങ്ങൾ മനസ്സിലാക്കി വേണം ഇനി ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റ് അസറ്റുകളിലും നിക്ഷേപം നടത്താൻ. ഇന്ത്യൻ ഫിനാൻഷ്യൽ അസറ്റുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ NRIകൾക്ക് സാധാരണയായി സംഭവിക്കാറുള്ള നികുതി പിഴവുകൾ ഒഴിവാക്കാൻ മുൻകൂട്ടിയുള്ള ചില മുൻകരുതലുകളും കൃത്യമായ നിരീക്ഷണങ്ങളും ആവശ്യമാണ്. ഇതിനായി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം TDS അന്തിമ നികുതിയായി കാണരുത് എന്നതാണ്. പലരും വിചാരിക്കുന്നത് സ്രോതസ്സിൽ നിന്ന് നികുതി കുറയ്ക്കുന്ന രീതി ഉള്ളതുകൊണ്ട് നികുതി ബാധ്യത കഴിഞ്ഞു എന്നാണ്. എന്നാൽ TDS എന്നത് നികുതി പിരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം മാത്രമായതിനാൽ ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ റീഫണ്ടുകൾ, അധിക വരുമാനം, DTAA ആനുകൂല്യങ്ങൾ എന്നിവ കൃത്യമായി വിലയിരുത്തണം. രണ്ടാമതായി, നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ ശരിയായ നികുതി ഇളവ് നിരക്കുകൾ ബാധകമാക്കുന്നതിനും അനാവശ്യമായ റീഫണ്ട് ക്ലെയിമുകൾ ഒഴിവാക്കുന്നതിനുമായി പണം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു വാലിഡ് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റും ഫോം 41 പഴയ ഫോം 10F ഉൾപ്പെടെയുള്ള ആവശ്യമായ രേഖകൾ സമർപ്പിച്ച DTAA ആനുകൂല്യങ്ങൾ മുൻകൂട്ടി ഉറപ്പാക്കണം. മൂന്നാമതായി, നിക്ഷേപങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന കാലാവധിയെ ആശ്രയിച്ച നികുതി നിരക്കുകൾ മാറുന്ന സാഹചര്യങ്ങൾ നിലവിലുള്ളതിനാൽ ഒരു അസറ്റ് കൈമാറ്റം ചെയ്യുമ്പോഴോ വിൽക്കുമ്പോഴോ നികുതി ബാധ്യത കുറയ്ക്കുന്നതിനായി നിക്ഷേപങ്ങളിൽ നിന്നുള്ള എക്സിറ്റ് സമയം കൃത്യമായി പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവസാനമായി, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് തന്നെ ആ നിക്ഷേപം കൈവശം വെക്കുന്നതിനും പിന്നീട് അത് വിറ്റഴിക്കുന്നതിനും വരുന്ന മൊത്തം നികുതി ചെലവുകൾ അഥവാ ടാക്സ് കോസ്റ്റ് വിശദമായി വിലയിരുത്തുകയും അതിന് ഏറ്റവും അനുയോജ്യമായ നിക്ഷേപ രീതികൾ തിരഞ്ഞെടുക്കുകയും വേണം. NRIകൾക്കായി ഇന്ത്യയിലെ ഇക്വിറ്റി, ഡെറ്റ്, ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളുടെ നികുതി ഘടന നിശ്ചയിച്ചിരിക്കുന്നത് അവയുടെ പോർട്ട്ഫോളിയോയിലെ നിക്ഷേപ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇന്ത്യയിൽ ആഭ്യന്തര കമ്പനികളുടെ ഇക്വിറ്റി ഷെയറുകളിൽ 65% നിക്ഷേപമുള്ള ഫണ്ടുകളെ ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടുകളായി കണക്കാക്കുന്നുണ്ട്. അതേസമയം 65% നിക്ഷേപം ഡെറ്റ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകൾ ഉള്ളതുമായ സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ടുകൾ 2023 ഏപ്രിൽ 1 ശേഷം വാങ്ങിയതാണെങ്കിൽ അവയുടെ കൈമാറ്റം, റിഡംഷൻ അല്ലെങ്കിൽ മെച്യൂരിറ്റി എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ഏത് ലാഭവും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. ഈ ലാഭത്തിന് നിക്ഷേപകന് ബാധകമായ സ്ലാബ് നിരക്കനുസരിച്ച് നികുതി ഈടാക്കുന്നതാണ്. ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളുടെ നികുതി നിർണ്ണയം പ്രധാനമായും അവയുടെ പോർട്ട്ഫോളിയോയിലെ ഇക്വിറ്റി, ഡെറ്റ് അനുപാതത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇതിൽ 65% ഇക്വിറ്റി നിക്ഷേപമുള്ള ഹൈബ്രിഡ് ഫണ്ടുകളെ ഇക്വിറ്റി ഓറിയന്റ് മ്യൂച്വൽ ഫണ്ടുകളായി പരിഗണിക്കുമ്പോൾ 65% താഴെ മാത്രം ഇക്വിറ്റി പങ്കാളിത്തമുള്ള ഫണ്ടുകളെ സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ടുകളാക്കി കണക്കാക്കി അതിനനുസരിച്ചുള്ള നികുതിയാണ് ചുമത്തുന്നത്. എന്നാൽ ഒമാൻ, ഖത്തർ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ താമസിക്കുന്ന NRIകൾക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളുടെ കൈമാറ്റത്തിലൂടെയോ റിഡംഷനിലൂടെയോ ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻമേൽ DTAA ആനുകൂല്യങ്ങൾ ക്ലെയിം ചെയ്യാൻ അർഹതയുണ്ട്. ഇത്തരം ലാഭം DTAA കരാറിലെ ക്യാപിറ്റൽ ഗെയിൻസ് ആർട്ടിക്കിളിന്റെ റെഡ്യൂവറി ക്ലോസിന് കീഴിൽ വരാൻ സാധ്യതയുള്ളതിനാലാണ് ഇത് സാധ്യമാകുന്നത്. ഈ ക്ലോസ് പ്രകാരം നികുതി ഈടാക്കാനുള്ള സമ്പൂർണ്ണ അവകാശം നിക്ഷേപകൻ താമസിക്കുന്ന വിദേശ രാജ്യത്തിന് മാത്രമായിരിക്കും. ഈ രാജ്യങ്ങളിൽ പൊതുവെ ക്യാപിറ്റൽ ഗെയിൻസ് നികുതി ഈടാക്കാത്തതിനാൽ ബാധകമായ കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കുന്നതിന് വിധേയമായി ഇത്തരം ലാഭം ബലത്തിൽ നികുതി രഹിതമായി തുടരാൻ സാധ്യതയുണ്ട്. NRIകൾ ബോണ്ടുകളിൽ നിന്ന് നേടുന്ന പലിശ വരുമാനത്തിനും ക്യാപിറ്റൽ ഗെയിൻസിനും ഇന്ത്യയിൽ നികുതി ചുമത്തുന്നത് ആ ബോണ്ടുകളുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ്. ഒന്നാമതായി, ബോണ്ടുകളിൽ നിന്ന് NRIകൾക്ക് ലഭിക്കുന്ന പലിശ വരുമാനത്തിന് പൊതുവെ ഇന്ത്യയിൽ നികുതി ബാധകമാണ്. കൂടാതെ ഇതിന്മേൽ സാധാരണയായി TDS ഈടാക്കാറുമുണ്ട്. ഈ ബാധകമായ TDS നിരക്ക് ബോണ്ടിന്റെ സ്വഭാവത്തിനനുസരിച്ച് 10% മുതൽ അതാത് സ്ലാബ് നിരക്കുകൾ വരെയാകാം. എങ്കിലും അർഹതയുള്ള സാഹചര്യങ്ങളിൽ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് ആനുകൂല്യങ്ങൾ ഇതിന് ബാധകമാണ്. രണ്ടാമതായി, ബോണ്ടുകളുടെ കൈമാറ്റത്തിലൂടെയോ അല്ലെങ്കിൽ റിഡംഷനിലൂടെയോ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻസിന്റെ നികുതി ഘടനയും ബോണ്ടിന്റെ തരത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ 8 വർഷത്തെ കാലാവധി പൂർത്തിയാകുമ്പോൾ റിഡീം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ക്യാപിറ്റൽ ഗെയിൻസിന്റെ നികുതിയിൽ നിന്ന് പൂർണ്ണ ഇളവ് ലഭിക്കുന്നതാണ്. ഇതിന്
ഇതിനു പുറമെ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ള ടാക്സ് ഫ്രീ ബോണ്ടുകളുടെ ഏതൊരു കൈമാറ്റത്തിനും ക്യാപിറ്റൽ ഗെയിൻസ് നികുതിയിൽ നിന്ന് പൂർണ്ണ ഇളവ് ലഭിക്കുന്നുണ്ട്. ഒരു NRI ഇന്ത്യയിൽ സ്ഥാവര വസ്തുക്കൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും കൃത്യമായ നികുതി നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒരു റെസിഡന്റ് വിൽപ്പനക്കാരിൽ നിന്ന് 50 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയോ സ്റ്റാമ്പ് ഡ്യൂട്ടി മൂല്യമോ ഉള്ള പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ NRI 1% TDS കുറയ്ക്കണം. വിൽപ്പനക്കാരൻ മറ്റൊരു നോൺ റെസിഡന്റ് ആണെങ്കിൽ വിൽപ്പനക്കാരന്റെ നികുതി തുക സ്രോതസ്സിൽ തന്നെ കുറയ്ക്കുകയും ആവശ്യമായ ഡിക്ലറേഷൻ വാങ്ങുകയും വേണം. പ്രോപ്പർട്ടി വിൽക്കുകയാണെങ്കിൽ നിക്ഷേപ കാലാവധി 24 മാസത്തിൽ താഴെയാണെങ്കിൽ അത് ഷോർട്ട് ടേം അസറ്റായി കണക്കാക്കി സ്ലാബ് നിരക്കിൽ നികുതി ഈടാക്കും. ലോങ് ടേം അസറ്റുകൾക്ക് 2024 ജൂലൈ 23 മുൻപ് വാങ്ങിയതാണെങ്കിൽ ഇൻഡെക്സേഷനോടെ 23.92% അല്ലെങ്കിൽ ഇൻഡെക്സേഷൻ ഇല്ലാതെ 14.95% ഏതാണോ ലാഭകരം ഇതിൽ നികുതി ബാധകമാണ്. എന്നാൽ അതിനുശേഷം വാങ്ങിയതാണെങ്കിൽ ഇൻഡെക്സേഷൻ ഇല്ലാതെ 14.95% നികുതി നിരക്ക്. കൂടാതെ ഡീമിംഗ് അടിസ്ഥാനത്തിലുള്ള അനാവശ്യ നികുതികൾ ഒഴിവാക്കാൻ മിനിമം വാല്യുവേഷൻ നിബന്ധനകൾ വാങ്ങുന്നയാളും വിൽക്കുന്നയാളും നിർബന്ധമായും പാലിച്ചിരിക്കണം. മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നികുതി നിയമങ്ങളും നിയന്ത്രണങ്ങളെയും കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ പ്രവാസി മലയാളികൾക്ക് തങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ ലാഭം പരമാവധി വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ നിക്ഷേപ മേഖലയിലെയും സൂക്ഷ്മമായ നിയമവശങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി കൃത്യമായ പ്ലാനിങ്ങോടെയും ആവശ്യമായ രേഖകൾ സഹിതവും മുന്നോട്ട് പോകുന്നത് ഭാവിയിലെ നിയമപരമായ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ശരിയായ അറിവോടെയും ആത്മവിശ്വാസത്തോടെയും നടത്തുന്ന നികുതി ആസൂത്രണം മാത്രമാണ് പ്രവാസികളുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും സുരക്ഷിതമായ നിക്ഷേപ വളർച്ചയ്ക്കുമുള്ള ഏക വഴി.